ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സിമ്പിൾ മീൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വളരെ രുചികരവും എന്നാൽ തയ്യാറാക്കാൻ വളരെ എളുപ്പവുമുള്ള ഒരു മീൻ കറിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പാര മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ഉരിഞ്ഞ് നല്ല വൃത്തിയായി തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കട്ടിയുള്ള തൊലിയുള്ള മീനാണിത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴാണ് അതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത്. അപ്പോൾ ഇത് തേങ്ങ അരച്ചാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് പച്ച പൊടികളാണല്ലോ, അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ വറുത്തെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് മീന് രുചി കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് വറുത്തെടുക്കുന്നു. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, അതിനോടൊപ്പം കുറച്ച് ചെറിയ ഉള്ളി, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വച്ചിരുന്നു. അപ്പോൾ ഇതിൽ അരച്ചെടുക്കാനായിട്ട് സൗകര്യമായിരിക്കും. ആ പുളി വെള്ളവും ഇത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മസാലക്കൂട്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അപ്പം അതുകൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയെടുത്ത് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂവുന്നുണ്ട്. അപ്പോൾ ഈ കറിക്ക് നല്ല രുചിയും അടിയിൽ പിടിക്കുകയുമില്ല. കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. അതിനുശേഷമാണ് അരപ്പ് ചട്ടിയിലേക്ക് ഒഴിക്കുന്നത്. അരപ്പൊഴിച്ച് ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അരപ്പ് പാകത്തിനാക്കി എടുക്കുന്നു. ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് കലക്കി യോജിപ്പിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. കൂടുതൽ വെള്ളമാകേണ്ട കാര്യമില്ല, പിന്നെ വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ 4 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാവുന്നതാണ്. പാകത്തിന് നോക്കി ഇപ്പോഴത്തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇതുപോലെ ഇതിനെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. ഈ അരപ്പ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അരപ്പിലേക്ക് ഇടുന്നത്. അപ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകില്ല, അരപ്പൊന്ന് തിളച്ചതിന് ശേഷം കഷ്ണങ്ങൾ ഇടുമ്പോൾ. അതുകൊണ്ടാണ് ആദ്യമേ കഷ്ണങ്ങൾ ഇടാത്തത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇനി ഇളക്കില്ല, ചട്ടി ചുറ്റിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഇട്ട ഉടനെ ആയതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചത്. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. 1-2 പ്രാവശ്യം അടപ്പ് തുറന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റിയൊക്കെ വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഉലുവാപ്പൊടി ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒന്നുകൂടെ ചുറ്റിച്ച് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലിനി കുറച്ച് ഫ്രഷ് കറിവേപ്പില ഞെരടിയതാണ്, കൈകൊണ്ട് ഞെരടിയതാണ്, അതിലേക്ക് തൂകി കുറച്ച് വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും തൂകുന്നുണ്ട്. ഇനി ഇതിനെ അടച്ചു വയ്ക്കും. അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ തനി നാടൻ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല. തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. പക്ഷെ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചോറിനോടൊപ്പവും കപ്പയോടൊപ്പം ദോശയ്ക്ക് എല്ലാത്തിനോടൊപ്പം ഇത് ഒത്തുപോകുന്നതാണ്. ഇത് 2 ദിവസം വരെ കേടുകൂടാതിരിക്കും ഫ്രിഡ്ജിന് പുറത്ത്.
അപ്പോൾ അടുത്ത ദിവസം പിറ്റേ ദിവസമാണ് എടുക്കുന്നതെങ്കിൽ ചട്ടി വറ്റിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന രീതിയും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു, ഉണ്ടാവണം. താങ്ക് യു ആൾ. താങ്ക് യു ഫോർ വാച്ചിങ്.